ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എവിടേക്കാണ് അവൾ പോയത്. ആദ്യമൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടലുണ്ടെന്ന് വീഡിയോ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതും ഇടലില്ല. അപ്പോൾ കുറേ കൂട്ടുകാർ മെസ്സേജൊക്കെ അയച്ചിന് കേട്ടോ, എന്താ 2 ദിവസമായിട്ട് വീഡിയോ കാണാത്തത്, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. സുഖമില്ലായിട്ടൊന്നും അല്ല കേട്ടോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പറയലില്ലേ, നമ്മൾ വേറൊരു വർക്ക് ചെയ്യണ്ടല്ലോ ഇപ്പം, ഹോം ഷോപ്പിൻ്റെ കുടുംബശ്രീൻ്റെ കീഴിലുള്ളൊരു ഹോം ഷോപ്പ് പദ്ധതിയിൽ CLC ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ എന്താ പറയുക, എല്ലാ മാസവും ലാസ്റ്റ് അതിൻ്റെ ബില്ല് ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും ചിലപ്പോൾ ടൈം കിട്ടൂല. അപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ, എനിക്ക് അങ്ങനെയാണ്. നമ്മളെന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് ചെയ്തു കൊടുക്കും. അപ്പം അതിനാണ് വർക്കുകൾ ചെയ്യണ സമയത്ത് അതിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുക. അപ്പോൾ വീഡിയോ എടുക്കൽ പിന്നെ 2 ദിവസം ലീവാക്കിയാലും കുഴപ്പമില്ലല്ലോ. അത് പിന്നെ കണക്കൊക്കെ ആകുമ്പോഴേ ശരിക്കും നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും ലാസ്റ്റ്. പിന്നെ ഈ ഒരു HSOമാർ കയ്യിൽ നിന്ന് ആ പൈസയൊക്കെ വാങ്ങണം. അതേപോലെ ഓല് എത്ര സാധനങ്ങൾ വിറ്റു, എത്ര സാധനങ്ങൾ ഓരോ കയ്യിൽ ബാലൻസ് ഉണ്ട്, അതിൻ്റെ കണക്കൊക്കെ നമ്മൾ എഴുതി വെക്കണം. നല്ല ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കഴിഞ്ഞ മാസം നമ്മൾ ഇറക്കി കൊടുത്ത സാധനങ്ങൾ ഇപ്പോൾ ഒരു കയ്യിൽ എത്ര എണ്ണം ബാലൻസ് ഉണ്ട്, ഈ മാസം ഇറക്കി കൊടുത്ത സാധനങ്ങൾ എത്ര എണ്ണം വിറ്റു, എത്ര എണ്ണം ബാലൻസ് ഉണ്ട്, അതൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും ചിലപ്പോൾ സമയം കിട്ടൂല. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുമ്പം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ അതിനാണ് ആ സമയത്ത് എന്താ പറയുക, കൂടുതൽ ശ്രദ്ധ കൊടുക്കുക അതിനാണ്. അപ്പോൾ പിന്നെ ആ ഒരു നേരത്തെ പിന്നെ വീഡിയോ എടുക്കാനൊന്നും തോന്നില്ല, ടൈമും കിട്ടൂല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം ലീവാക്കിയാലും ഒക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ വീഡിയോ ആയിട്ട് അങ്ങനെ പോവാമല്ലോ. അപ്പോൾ ഞാൻ ഇത് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ 3 പഞ്ചായത്തിലുള്ള HSOമാരാണ് കേട്ടുള്ളത്. ഓരോ 3 പഞ്ചായത്തിലുള്ള HSOമാർ ബില്ലും ക്ലോസ് ചെയ്യണം. അപ്പോൾ ഒന്ന് കരുളായും, ഒന്ന് ചോക്കാടും, ഒന്ന് കാളികാവുമാണ്. അപ്പം കരുളായത്ത് കഴിഞ്ഞ് പിന്നെ വെള്ളിയാഴ്ചയാണ് ചോക്കാട്ടത്ത് ബില്ല് ക്ലോസിങ് കേട്ടോ. അപ്പം ആ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണിത്. അപ്പം ഞാൻ രാവിലെ നമുക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മളതായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ വീട്ടിലില്ലതുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് പോവാൻ. അപ്പോൾ വെള്ളിയാഴ്ച നമ്മളെ മക്കൾക്ക് സ്കൂളില്ല കേട്ടോ. നമ്മളവിടെ നല്ല മഴയേറ്റേയും കലക്ടർ അവധി പ്രഖ്യാപിച്ചൊരു ദിവസം കൂടിയാണ്. അപ്പോൾ മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ പിന്നെ ഒരിക്കലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോവാൻ. അതേപോലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അതും ഉണ്ട് കുറച്ച്. അപ്പോൾ 11 മണിയാകുമ്പോഴത്തേന് അവിടെ എത്തിയാൽ മതി കേട്ടോ. അപ്പോഴത്തേന് നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മേലുള്ള ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നിക്കണത്, കിച്ചണിക്ക് വന്നിക്കണത്. ആദ്യം കിച്ചണിൽ വന്നാണ്ട് ചോറിനുള്ള വെള്ളം വെച്ച് പിന്നെ ചായ ഉണ്ടാക്കി. ചായ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആദ്യം ചായ ഉണ്ടാക്കും. അതെന്താ വെച്ചാൽ ഇനിയിപ്പോൾ കുട്ടിക്ക് ഇപ്പോൾ മദ്രസക്ക് പോകാനാവും കേട്ടോ. അപ്പോൾ ഓൾക്ക് ചായ കൊടുക്കും വേണം. നല്ല തിളച്ച ചായ ഒക്കെ പറ്റൂല, ഒന്ന് ചൂടാറണം. അപ്പോൾ ആദ്യം ചായ ഉണ്ടാക്കണം, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണതെന്ന് ഓട്ടടയാണ് കേട്ടോ. അപ്പോൾ ഓട്ടടക്കുള്ള പച്ചരിയൊക്കെ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിനി. അപ്പോൾ അത് കഴുകിയാണ്ട് ആ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ തലേ ദിവസത്തെ ചോറ് കുറച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിനി കേട്ടോ, ഒന്ന് ഓട്ടട ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു ചോറും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളോടൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ഓട്ടട ഉണ്ടാക്കുമ്പം അതിൻ്റെ റെസിപ്പി കാണിക്കണേന്ന്. നമ്മൾ ഒരുപാട് വീഡിയോയിൽ ചെയ്തതാണ് ഓട്ടടൻ്റെ റെസിപ്പി. എന്നാലും ഒരു ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ എന്നോട് തെറ്റിക്കണ് നട്ട പറഞ്ഞത്. ഞാൻ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ട് അത് ചെയ്ത് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിനി. അപ്പോൾ എന്തായാലും ഇന്ന് വീഡിയോയിൽ കണ്ടോണ്ടിട്ടോ. പിന്നെ ആ ജാറിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതും ആ മാവക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ മാവക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മാവക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, നാടൻ ടേസ്റ്റൊക്കെ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ അല്ല യൂസ് ചെയ്യൽ, വേറെ ഏതെങ്കിലും ഓയിലാണെന്നുണ്ടെങ്കിൽ ആ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഓട്ടടൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. ഓട്ടട എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് നമ്മളെ വീഡിയോ വൈറലായത് ഓട്ടടമ്മലാണ്. ഓട്ടടൻ്റെ റെസിപ്പിയാണ് കേട്ടോ വൈറലായിരുന്നത്. അപ്പോൾ ആ ഒരു ചട്ടിൻ്റെ വക്ക് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടേനി. അപ്പോൾ അതിൽ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടേനി, ആ ചട്ടി മാറ്റി പുതിയ ചട്ടി വാങ്ങണം അല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതേനി ഈ ഒരു ചട്ടി. ഈ ചട്ടിയിൽ എനിക്ക് ഓട്ടട ചുടുന്നത് ഇഷ്ടമല്ല. ഒന്നാമത് ഇപ്പോൾ ഓട്ടട വല്ലാതെ ചുടാത്ത അതാണ്. ഓട്ടടക്ക് ഇങ്ങനത്തെ കട്ടിയുള്ള ചട്ടി വേണം. പക്ഷേ ഇത് കുറച്ച് കുഴി കൂടുതലാട്ടോ. ശരിക്കുള്ള ഓട്ടട ചട്ടി തന്നെയാണ് തോന്നുന്നുണ്ട്. എനിക്ക് ഓട്ടട ചുടുമ്പോൾ പരന്ന ചട്ടിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാനും ഒരു ഓട്ടട ചട്ടി വാങ്ങിയിട്ടുണ്ട്. ആ ചട്ടിയിലും ഞാൻ ഓട്ടട ഉണ്ടാക്കലുണ്ട്. പക്ഷെ അത് നന്നാവലില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് കട്ടില്ലാത്ത ചട്ടിയാണ്. കട്ടില്ലാത്ത ചട്ടി ആകുമ്പോഴേ ചൂട് എളുപ്പം എന്താ പറയുക, ചൂട് കൂടുതലായങ്ങാണ്ട് എളുപ്പം അപ്പം കരിയും, അപ്പത്തിൻ്റെ അടിഭാഗം കരിയും. ഇതിൽ പിന്നെ അങ്ങനെ കരിയൊന്നുമില്ല കേട്ടോ. പക്ഷേ ആ കുറേ ഹോൾസ് ഇങ്ങനെ വരുമല്ലോ, കുഞ്ഞു കുഞ്ഞു ഹോൾസുകൾ, അതങ്ങോട്ട് വന്നിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ചട്ടിയിൽ.
എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ചട്ടി നല്ലോണം ചൂടായിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് കയ്യിലോണ്ട് ചെറുതായിട്ടൊന്നും ഇങ്ങനെ പരത്തി കൊടുക്കട്ടോ. അപ്പോൾ അങ്ങനെ ആ കുഞ്ഞു കുഞ്ഞു ഹോൾസൊക്കെ വരുന്ന സമയത്താണ് അടച്ച് വെക്കും ചെയ്താൽ മതി. അപ്പോൾ അതാ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പം എടുക്കുമ്പോൾ ആ ചട്ടിമേല ഒന്ന് പിടിച്ചിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ കിട്ടാൻ കുറച്ച് പ്രയാസം കേട്ടോ. എന്നിട്ട് ചട്ടുകം കൊണ്ട് ഇതേപോലെ നല്ലോണം ഇളക്കിയിട്ട് വേണം എടുക്കാൻ. അങ്ങനെ ഞാൻ ഓട്ടടയൊക്കെ ചുടുന്നുണ്ട് കേട്ടോ. പിന്നെ കറി ഇന്നിപ്പോൾ വെള്ളക്കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടലയും തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനി. അപ്പം ഈ ഓട്ടോടെ ചുടുന്നതിൻ്റെ ഇടയിൽ കൂടെ കടലക്കറിക്കുള്ള സവാളയും കിഴങ്ങും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ചോറ് വെന്ത് അടുപ്പത്തു നിന്നാണ് വാങ്ങുമല്ലോ. അപ്പം ഈ കടലക്കറി അങ്ങോട്ട് അടുപ്പത്തേക്കും വെക്കാം. അപ്പോൾ ആ കടലയൊക്കെ ഞാൻ കഴുകി കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ട്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സവാള തക്കാളി കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളകൊക്കെ അതിക്ക് ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ ഇതിക്ക് മസാലപ്പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും വലിയ ജീരകം പൊടിച്ചതും കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാണ്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിക്ക് ഞാൻ തേങ്ങയൊന്നും അരക്കണില്ല, ഇതൊരു മസാലക്കറി ആയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കറി ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനും തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഈ വെള്ളക്കടലക്കറി ബാക്കി ഉണ്ടെങ്കിലും ചോറിനൊക്കെ കുട്ടികൾ കൂട്ടും. മറ്റേ കടല ഉണ്ടല്ലോ ചുമപ്പ് കടല, അത് ആ കറി തേങ്ങ അരച്ച കറി വലിയ ഇഷ്ടമല്ല കേട്ടോ. ചോറിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പം ഓരോ വീട്ടിൽ ഓരോ സ്വഭാവങ്ങളേക്കാരല്ലേ. അപ്പോൾ ഞാൻ കുക്കറൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വന്ന് ഞാൻ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ടോ. ഇനി ഈ അടുപ്പത്ത് നമുക്ക് കടലക്കറി അടുപ്പത്ത് വെക്കാം. അപ്പുറത്ത് ഓട്ടടയും ചുടുന്നുണ്ട്. പിന്നെ നമ്മളെ വിറകടുപ്പ് ഇപ്പോൾ കാണാൻ പുതിയിട്ടുണ്ടാവില്ല ഞങ്ങൾക്ക്. ചെറിയ കൂട്ടുകാരൊക്കെ പറയലുണ്ട് കേട്ടോ, വിറകടുപ്പിൽ കുക്ക് ചെയ്യണ കാണാനാണ് ഇഷ്ടം എന്നൊക്കെ. അപ്പോൾ മഴ ആയതുകൊണ്ട് അവിടെ കത്തിക്കാൻ ഇപ്പം കുറച്ച് പ്രയാസമാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അങ്ങനെ തിരക്കൊക്കെ ആകുമ്പോഴേ വിറക് കത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരം കുറേ പോവും. ഗ്യാസുമ്മലാവുമ്പോൾ എളുപ്പം കുക്കിങ് തീരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അടുപ്പത്തേക്ക് ഇപ്പോൾ വല്ലാതെ പോവാത്തത്. അപ്പോൾ ഇതാ നമ്മളെ ചോറൊക്കെ വന്നതിന് ചോറ് ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചോറ് ഇങ്ങനെ കേട്ടോ വാർക്കൽ. എൻ്റെ അടുത്ത് വാർക്കണ സംഭവമൊന്നുമില്ല. സിങ്കിക്ക് ആ ചൂടുള്ള കഞ്ഞിവെള്ളം കുറച്ചെണ്ണം ഒഴിച്ചു കൊടുക്കും, എന്നിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതാണ് വാർത്ത് വെക്കും കേട്ടോ. അപ്പോൾ നല്ല ചോറ് കഴിക്കാറ്, റേഷൻ അരിൻ്റെ ചോറല്ലേ, പാകത്ത് വേവിന് ഊറ്റിയാലേ നല്ല ചോറ് കഴിക്കാറ് കേട്ടോ. അങ്ങനെ ഓട്ടടയൊക്കെ ചുട്ട് കഴിഞ്ഞു. ഓട്ടട നല്ല സോഫ്റ്റാണ് കേട്ടോ, നമ്മൾ ചോറൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട്. ഇനിയിപ്പോൾ കടലക്കറിയും ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കടലക്കറിയൊക്കെ അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഒരു 5-8 വിസിലൊക്കെ അടിച്ചിട്ടുണ്ടാവും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 വിസിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കുക്കറൊക്കെ ഞാൻ ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടതാ തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ കിഴങ്ങും അതേപോലെ കടലയൊക്കെ. നമ്മൾ തേങ്ങ അരക്കാത്ത കറിയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ കറി കുറച്ച് കുറുകിയ കറിയായിട്ട് വേണേനും. അപ്പോൾ ഇനി കറി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് അതിക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടേനും അതും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ മൺചട്ടി ഉപയോഗിക്കുമ്പോഴേ സ്റ്റീലിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ചട്ടുകൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. മണ്ണിൻ്റെ ചട്ടി അല്ല, മണ്ണിൻ്റെ തവി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഞാൻ എപ്പോഴും മറക്കും കേട്ടോ. ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ ഉണ്ടാവുക. ആ ചട്ടിൻ്റെ ഇങ്ങനെ ഒരു സൗണ്ട് വരുമല്ലോ സ്റ്റീലിൻ്റെ ഇതാവുമ്പോൾ, ആ സൗണ്ട് വരുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അത് മാറ്റി മണ്ണിൻ്റെ തവി കൊണ്ട് തന്നെ ഇളക്കി കൊടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചിക്കൻ മസാല കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ആ എണ്ണയ്ക്ക്. ഇത് മൂത്ത് വന്നതിന് ശേഷം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അധികം മസാലയൊക്കെ ഇട്ടിട്ട് കുറച്ച് മസാലക്കറി ആയിട്ടാണ് കേട്ടോ ഈ ഒരു കടലക്കറി ഉണ്ടാക്കുന്നത്. ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി വേവിച്ച് വെച്ച കടലക്കറി ആയിക്കാണ്ട് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ചട്ടി കടന്നിട്ട് തന്നെ അങ്ങനെ ചൂടായിക്കോളും. മൺചട്ടിയല്ലേ, അപ്പം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കട്ടെ നമുക്ക്. അപ്പോൾ തീയൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് അവിടെ അടച്ച് വെച്ചു. പിന്നെ ഇനിയിപ്പോൾ ചോറിന് കൂട്ടാൻ ഉണ്ടാക്കണം. അപ്പം ഒന്ന് മീനും ചിക്കനും ബീഫും ഒന്നുമില്ല കേട്ടോ, ഫ്രിഡ്ജിലൊന്നുമില്ല. ഇനിയിപ്പോൾ മീൻകാരനൊന്നും കാത്തിക്കാനുള്ള ടൈമില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്കിന്നിപ്പോൾ ചോക്കാട്ടിക്ക് പോകാനുള്ളതാണ്. അപ്പം ഫ്രിഡ്ജ് പോയി തുറന്ന് നോക്കിയപ്പോൾ അതിൽ വയസ്സായ 2-3 വഴുതനങ്ങ ഉണ്ടായിന് കേട്ടോ. വയസ്സായത് വെച്ചാൽ അതിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് ചുളുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഒരാളിൽ പാത്തിച്ച് കഴിഞ്ഞാൽ കേടാവും ചെയ്യും. അപ്പം ഇന്ന് ഇതുകൊണ്ടൊരു വഴുതനങ്ങ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് കഴുകിയാണ്ട് വട്ടത്തിലാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ടേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു വഴുതനങ്ങ ഫ്രൈ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണൊക്കെ മതി.
അതിൻ്റെ മുന്നേ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ടാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഗരം മസാല അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കോൺഫ്ലവറും ചേർക്കുന്നുണ്ട്. ഒരു ചിക്കൻ ഫ്രൈൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. ചിക്കൻ്റെ ടേസ്റ്റ് എന്തായാലും വരില്ല, പക്ഷേ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉള്ള ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ സ്മെല്ലൊക്കെ വരും കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. പിന്നെ ഇതിക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതേപോലെ കുറച്ച് സുർക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സുർക്ക അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക. എനിക്ക് ഒഴിവുണ്ടാകുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കി വെക്കലുണ്ട് കേട്ടോ. അപ്പം ഇപ്പം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം വേഗം പോയാണ്ട് ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ചതച്ചിട്ടാണ് കേട്ടോ ഇതിക്ക് ഇട്ട് കൊടുത്തത്. പേസ്റ്റാണ് ഇങ്ങനത്തെ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലത്. അപ്പം ഇനി ഞായറാഴ്ച ഒഴിവുണ്ടാകുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതിക്ക് പിന്നെ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് മാവൊക്കെ റെഡിയാക്കിട്ടോ. നമുക്ക് എന്താ പറയുക, മാവല്ല മസാല അല്ലേ, മാവ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഒന്നായിട്ട് ഇതിക്ക് ഇട്ടിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്താലേ എല്ലാത്തുമ്മലും വേണ്ട ആയി കിട്ടൂല. അപ്പം ഓരോന്നും എടുത്തിട്ട് ഞാൻ അതിന്മേൽ മസാല തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാകുമ്പം എളുപ്പം കഴിയും ചെയ്യും. മസാല നല്ലോണം എല്ലാ ഭാഗത്തും വഴുതനങ്ങമ്മൽ ആവും ചെയ്യും കേട്ടോ. ഇല്ലെങ്കിൽ ഒന്നായിട്ടാണ് മിക്സ് ചെയ്തെടുത്താൽ എല്ലായിടത്തും ആയി കിട്ടൂല. പിന്നെ ഈ വഴുതനങ്ങൻ്റെ തൊലിൻ്റെ അവിടെ ഒരു വഴുവഴുപ്പാണല്ലോ, അപ്പോൾ അവിടെ ഒന്നും മസാലയാണ് പിടിച്ചിട്ടൂല. അങ്ങനെ വഴുതനങ്ങ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ നമ്മൾ ചോറിന് കൂട്ടാനൊക്കെ കൊടുക്കൂലേ, ഉണ്ടാക്കി കൊടുക്കൂലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിക്കാറ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. വഴുതനങ്ങ ഇഷ്ടമല്ലാത്തവരൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും ചെയ്തോളും. അപ്പോൾ ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല, അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യണത്. പിന്നെ നമ്മൾ ഈ ഒരു ഇപ്പോൾ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കുന്ന ഈ ഒരു ചട്ടി ഉണ്ടല്ലോ, ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കട്ടോ. പിന്നെ ഫേസ്ബുക്കിൽ ലിങ്ക് കൊടുക്കാൻ കഴിയൂല. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കഴിയൂല. യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം വേണമെന്നുണ്ടെങ്കിൽ റസീന 12 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പോൾ ഓണൊക്കെ വരികയല്ലേ, അപ്പോൾ ഓൺ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വാങ്ങിച്ചോണ്ടിട്ടോ. അപ്പോൾ ഇതാ നമ്മളെ വഴുതനങ്ങയൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എളുപ്പമാവും കേട്ടോ. എണ്ണ നല്ലോണം ചൂടായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തിരിച്ചു മറിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എളുപ്പത്തിലാവും, കുറേ ടൈമൊന്നും വേണ്ടത് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഇതാട്ടോ ഫസ്റ്റ് ട്രിപ്പത്തതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അത് ചട്ടിക്ക് ഇട്ട് കൊടുക്കും ചെയ്യാം. അത് വേവുമ്പോഴത്തേന് എനിക്ക് വേറെയും കുറേ പണികളുണ്ട് കേട്ടോ. അവിടെ കുറേ പാത്രങ്ങളുണ്ട് ഇപ്പോൾ കഴുകാൻ. നമ്മളങ്ങനെയാണല്ലോ, എന്തെങ്കിലും കുക്ക് ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ പാത്രങ്ങളോട് പാത്രം കഴിക്കാറില്ലേ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. തേങ്ങ നേരത്തെ ചിരകിയത് കുറച്ച് ബാക്കിയുണ്ടേനും, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കി, തേങ്ങാ ചമ്മന്തി കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് ചോറ് കൊണ്ടുപോകാൻ വേണം. ഞാനിപ്പോൾ ഇനി വൈകുന്നേരം കാര്യം വരിക. അപ്പം ചോറ് കൊണ്ടുപോകുമ്പം തേങ്ങാ ചമ്മന്തിയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. പിന്നെ കുട്ടികളും ഉണ്ടല്ലോ വീട്ടിൽ. പിന്നെ ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയറരച്ച് ചോറ് കഴിക്കാൻ കഴിയും, എരിവും പുളിയൊക്കെ ഉണ്ടാവുമ്പോഴേ. അപ്പോൾ അങ്ങനെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. അപ്പോൾ നമ്മളെ കുക്കിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇപ്പോൾ കുക്കിംഗ് ഒന്നും ഇനി ഇല്ല കേട്ടോ. നമ്മളെ വഴുതനങ്ങ കുറച്ചുണ്ട് ചട്ടിയിൽ, അതൊന്ന് മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ ഞാൻ സിങ്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിനി. അങ്ങനെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കുന്നുണ്ട് വേഗം. അപ്പോൾ ചോറുമായി. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ചായയും കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ കേട്ടോ. അപ്പോൾ ഒരു ചായക്ക് കുറച്ചാൾക്കാർ ചായ കുടിച്ച് പോയി, മറ്റൊരു ചായ കുടിക്കണുണ്ട്, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ ഞാൻ കഴുകി വെച്ച് ഇനിയൊക്കെ എടുത്ത് വെച്ചാൽ മതി. വിറകടുപ്പിലാകുമ്പോൾ പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ കരിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവും കഴുകാൻ, അപ്പോൾ കുറേ ടൈം എടുക്കും. ഇതാവുമ്പോൾ ഗ്യാസുമ്മലാകുമ്പോൾ പിന്നെ അങ്ങനെ കരിയുള്ള പാത്രങ്ങളൊന്നും അധികം ഉണ്ടാവില്ല, അപ്പോൾ അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് കഴുകി വെക്കും. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അപ്പോൾ തന്നെ ഇതാ നമ്മളെ വഴുതനങ്ങ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതും പാത്രത്തേക്കൊക്കെ മാറ്റി കൊടുത്തു. വഴുതനം കൊണ്ട് നമ്മളൊരു കറി ഉണ്ടാക്കലുണ്ട് കേട്ടോ. ആ കറിൻ്റെ റെസിപ്പിയൊക്കെ കുറേ മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി ഇൻഷാല്ലാ പിന്നെ എപ്പോഴേലും ഒരിക്കൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ പുതിയ കൂട്ടുകാരുണ്ടല്ലോ നമ്മളെ വീഡിയോയിൽ. ആ ഒരു കറി അതേപോലെ തന്നെ നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ തൈരൊക്കെ ഒഴിച്ചിട്ടൊരു കറി ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇനി പിന്നെ എപ്പോഴേലും കാണിക്കട്ടോ ഇൻഷാല്ലാ. അപ്പോൾ അതാ എനിക്കുള്ള ചോറ് പാത്രത്തിലാക്കി വെക്കുകയാണ്. ഇല്ലെങ്കിൽ പിന്നെ അവിടെ പോവും, ചോറൊന്നും എടുക്കാൻ ടൈം കിട്ടൂല. അപ്പോൾ അതാ ചൂടുള്ള ചോറൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വഴുതനങ്ങ ഫ്രൈ ചെയ്തതും വെക്കണുണ്ട്, ഒരു 2-3 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയില്ലേ, അപ്പോൾ കുറച്ച് തേങ്ങാ ചമ്മന്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മേലൊരു പ്ലേറ്റ് വെച്ചിട്ട് അയക്കാണ് കേട്ടോ ചമ്മന്തി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കടലക്കറി ഉണ്ടല്ലോ രാവിലെ ഉണ്ടാക്കിയേ,
ആ കടലക്കറിയും കുറച്ച് എടുക്കുന്നുണ്ട്. കറിയോടല്ല, കുറച്ച് ഇങ്ങനെ ഗ്രേവി ആയിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കടല നോക്കിയിട്ട് കുറച്ച് എടുത്തുക്കണം കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ കയ്പിടിക്കുകയാണ്. ചിലപ്പോൾ നേരം വൈകിട്ടേ കരം വരിക. അപ്പോൾ ചോറ് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ഗതികേടാണ്. നല്ല വിശപ്പും ഉണ്ടാവും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തും വേണ്ടേ. അപ്പോൾ ചോറ് കുറച്ച് ഞാൻ കൈ പിടിച്ചതാണ്, എന്തായാലും ഒക്കെ ആയിക്കണമല്ലോ. അപ്പോൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി എന്നല്ലാതെ കുടിച്ചിട്ടില്ല. അപ്പോൾ ചോറൊക്കെ ആക്കിയിട്ട് പിന്നെ ഞാൻ നമ്മൾ കുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ട് വെക്കൽ. ഇവിടെ ശരിക്കും നമുക്ക് അകത്ത് അടുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്ലാബൊക്കെ വാർത്തതേന് കേട്ടോ. അപ്പോൾ അകത്ത് അടുപ്പ് വേണ്ട, എനിക്ക് പുറത്തടുപ്പ് മതി പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ പുറത്തടുപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ പുകയില്ലാത്ത അടുപ്പ് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടതേന് കേട്ടോ. പിന്നെ നമുക്കിവിടെ മേലേക്ക് ചിമ്മിനി എടുക്കാൻ പറ്റില്ല, കാരണം നമ്മളെ വീട് ഗ്രൗണ്ട് ഫ്ലോർ ആണല്ലോ. അപ്പോൾ താഴെയാണ് നമുക്ക് കിച്ചണ്. അപ്പോൾ ചിമ്മിണി കെട്ടാത്തതുകൊണ്ട് ഇനിയിപ്പോൾ പുകയില്ലാത്ത അടുപ്പ് ഉണ്ടാക്കിയാലും പുക വരുമോ ഇല്ലെന്നൊന്നും അറിയൂല. അപ്പോൾ അന്ന് അങ്ങനെ വേണ്ട അറിഞ്ഞാണ്ട് അകത്തടുപ്പ് വേണ്ട പുറത്ത് മതി പറഞ്ഞാണ് കേട്ടോ നമ്മൾ പുറത്തത്തെ അടുപ്പ് ഉണ്ടാക്കിയത്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് അടുപ്പ് പുറത്താണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടെ നല്ലൊരു ഷീറ്റ് ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇൻഷാല്ലാ അടുത്ത മഴക്കാലൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഷീറ്റൊക്കെ ഇടണം. അങ്ങനെ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ ചായ കുടിക്കണം. അപ്പോൾ ഞാൻ ചായയൊക്കെ എടുത്തപ്പോഴാണ് പിന്നെ ഉമ്മി വന്നിട്ടുണ്ടായിന് കേട്ടോ, ഇവിടുത്തെ അമ്മ. അപ്പോൾ അമ്മക്കും ചായയൊക്കെ കൊടുത്ത് ഞാനും ഉമ്മാൻ്റെ ഒപ്പം ചായയൊക്കെ കുടിച്ച് പിന്നെ അങ്ങനെ വല്ലാതെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ നമ്മളെ ജോബിനൊക്കെ പോന്നു. അപ്പോൾ ഇവിടുന്ന് അതേമാതിരി നമുക്കൊരു 11 മണി 11:30 ആകുമ്പോൾ ചായയൊക്കെ കിട്ടും കേട്ടോ. ചായയും സമൂസയിൽ നിന്ന് അങ്ങനെ ചായയും സമൂസയൊക്കെ കുടിച്ചു. പിന്നെ അങ്ങനെ ബില്ല് ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ ഞാനും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.